നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാ പാർട്ടികളിലും ഉണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധിയുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ അനവധി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേര് SDPI എന്നാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് പേരെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI എന്നത് ഏത് കൊച്ചുകുഞ്ഞിനും അറിയാം. UDF-ഉം LDF-ഉം ഒക്കെ SDPIയുടെ പിന്തുണ പലയിടത്തും തേടിയിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല പഞ്ചായത്തുകളും പല മുനിസിപ്പാലിറ്റികളും SDPIയുടെ പിന്തുണയോടെ ഈ രണ്ടു കൂട്ടരും ഭരിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. SDPI അത് ഒരു ഇസ്ലാം തീവ്ര മുഖമുള്ള പാർട്ടിയാണ്. അതിൽ മത്സരിക്കുന്നത് കൂടുതലും ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളായിരിക്കും. പക്ഷേ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ചാക്കിട്ട് പിടിച്ച് SDPI മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതിന്റെ സ്ഥാനാർത്ഥികളുടെ ഏതാണ്ട് ഒരു ലിസ്റ്റും കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമല്ല എങ്കിലും കിട്ടിയിട്ടുണ്ട്. പലയിടത്തും ഹിന്ദു സ്ത്രീകളെയും അതുപോലെ ഹിന്ദു പുരുഷന്മാരെയും ക്രിസ്ത്യൻ പുരുഷന്മാരെയും ഒക്കെ തന്നെ ചാക്കിട്ട് പിടിച്ച് മത്സരിപ്പിക്കുന്നു. ഈ മത്സരിക്കുന്നവർക്ക് SDPIയുടെ ലക്ഷ്യം അറിയാമോ? SDPI ഇന്ത്യയെ മതരാഷ്ട്രമാക്കണം, അല്ലെങ്കിൽ ഇവിടെ ശരീഅത്ത് നിയമം കൊണ്ടുവരണം, ഇവിടെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതാകണം, ഇവിടെ താലിബാനിസം കൊണ്ടുവരണം, ഇത് മത തീവ്രവാദ രാജ്യമായി മാറണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഈ മത്സരിക്കുന്നവർക്ക് അറിയില്ലേ? അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പണം വാങ്ങിയോ അല്ലെങ്കിൽ ആ രീതിയിലാണോ മത്സരിക്കുന്നത്? SDPIയുടെ ഏതാണ്ട് 80-ലധികം കോടിയുടെ സ്വത്തുവകകളാണ് ഇവരുടെ ആലുവയിലുള്ള പരിശീലന കേന്ദ്രം അടക്കം ED കണ്ടുകിട്ടിയത്. ഏതാനും നാളുകളെ ആയുള്ളൂ. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ വാർത്തയായിട്ടൊന്നും കൊടുത്തില്ല. ഞാൻ മറ്റൊരു മാധ്യമത്തിലായിരുന്നു, ഞാനത് വിശദമായി വാർത്തയായി ചെയ്യുകയും ചെയ്തു. അപ്പം അത്തരത്തിൽ ഒരു നിരോധിത സംഘടനയുടെ ഭാഗമായ ഒരു രാഷ്ട്രീയ സംഘടനയിൽ, അതും ഭീകര സംഘടനയുടെ ഭാഗമായ രാഷ്ട്രീയ സംഘടനയിൽ ഈ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരും ഒക്കെ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ തെരഞ്ഞെടുപ്പിൽ, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ, മത്സരിക്കുന്നതിന് പിന്നിലെ ചേതോവികാരം എന്താണ്? ഇതിന് പിന്നിലെ അജണ്ട എന്താണ്? SDPI മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇവരെ തെരഞ്ഞുപിടിച്ച് പണം കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ മത്സരിപ്പിക്കുകയാണ്. ഇവരുടെ മതേതര കാപ്പട്ട മുഖം, വികൃത മുഖം മറച്ചു പിടിക്കുന്നതിനായിട്ട് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നിരവധി പേരുണ്ട്. അജയകുമാർ, മഞ്ജുള, ആര്യ, അജിത്ത്, സുനിത, അമ്പളിക്കുട്ടൻ, ഞാൻ പെട്ടെന്ന് വായിക്കാം. ബിന്ദു മുരളി, അനില അശോകൻ, ബൈജു, വിദ്യ കെ ബാബു, ഭാസ്കരൻ ചാരിയിൽ, അമർനാഥ്, മിനിമോൾ, PV ജോർജ്. ഇതിനകത്ത് PV ജോർജ് മാത്രമാണ് ഒരു ക്രിസ്ത്യൻ പേരുള്ളത്. ഓമന ശ്രീജിത്ത്, വിനോദ്, രഞ്ജിത കെ രവി, കൃഷ്ണപ്രിയ, സന്തോഷ്, N വിശ്വനാഥൻ, C വാസു, ബിനു നാരായണൻ, ബിനോയ് പീഡികയിൽ, PK പ്രസാദ്, ഉല്ലാസ് പി ദേവ്, ബിബിത വാസുദേവൻ, PS പ്രിയങ്ക, വിപിൻ പാങ്ങോട്, വിനോദ് വട്ടപ്പറമ്പിൽ. നിരവധിയുണ്ട്. ആദ്യം കിട്ടിയ ഒരു ലിസ്റ്റാണിത്. ഇവരൊക്കെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത്, വിവിധ വാർഡുകളിലും വിവിധ മേഖലകളിലും മത്സരിക്കുന്നവരുടെ ഒരു ലിസ്റ്റാണ് ഞാൻ പെട്ടെന്ന് വായിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് പ്രചരിക്കുന്നുണ്ട്, ഈ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ. അപ്പം SDPIയുടെ ആ ക്രൂരമായ മുഖം, മത തീവ്രവാദ മുഖം എന്താണ്? അവരുടെ ലക്ഷ്യം എന്താണ്? രാജ്യത്തെ തകർക്കുക, രാജ്യത്ത് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുക, അതുവഴി ഇവിടെ ഒരു അരാജകത്വം സൃഷ്ടിക്കുക, ഇന്ത്യ എന്ന സംവിധാനത്തെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന, 2047 അധികാരത്തിൽ വരും ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയിൽ ഈ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ എങ്ങനെ ചെന്ന് പെട്ടു എന്നുള്ള ആശങ്കയാണ് നമുക്കിവിടെ പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ സ്ഥാനാർത്ഥികൾ അവർക്ക് ഏത് പാർട്ടിയിലും എങ്ങനെയും മത്സരിക്കാം. ഈ SDPIയുടെ കണ്ണട ചിഹ്നത്തിൽ മാത്രമല്ല, അവർക്ക് ഏത് ചിഹ്നത്തിലും സ്വതന്ത്രനായിട്ടൊക്കെ മത്സരിക്കാം. പക്ഷേ ഇതിനു പിന്നിൽ ഒരു വലിയ അജണ്ടയുണ്ട്, വലിയ ഒരു ഗൂഢാലോചനയുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംവിധാനത്തിന്റെ രാഷ്ട്രീയ മുഖം, അതും മതഭീകരതയുടെ ഒരു വേറിട്ട മുഖം, ഭീകരമുഖം, ആ മുഖത്തിന്റെ ഭാഗമായ ഈ SDPI എന്ന ഈ ഭീകര പാർട്ടിയിൽ ഈ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരും സ്ത്രീകളടക്കം ചെന്ന് പെട്ടത് എങ്ങനെ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് തന്നെയാണ്.